ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മീഡിയ ട്രയൽ, മാധ്യമ വിചാരണ എന്ന ടോപ്പിക്കിനെ കുറിച്ചാണ്. കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം, ആ ഒരു ടോപ്പിക്ക് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത് ദിലീപിൻ്റെ കേസായിരിക്കും. ദിലീപിൻ്റെ കേസിൽ ജില്ലാ കോടതിയുടെ വിധി വരുന്നതിന് മുമ്പ് തന്നെ കുറ്റവിമുക്തനാക്കി എന്നറിയുന്ന മൊമെൻറ്റ് മുതൽ ഓരോ മാധ്യമങ്ങളിലും ഓരോ ചാനലിലും ഓരോ രീതിയിലുള്ള റിപ്പോർട്ടിംഗ് ആയിരുന്നു. പലതരത്തിൽ അതിനെക്കുറിച്ച് അനുകൂലിക്കുന്നവരും പ്രതികൂലിക്കുന്നവരും ഓരോ സിനിമാ താരങ്ങളുടെയും അഭിപ്രായങ്ങൾ തേടുന്ന മാധ്യമ ജേർണലിസ്റ്റുകളെയും നമ്മൾ കണ്ടു. സോ വാട്ട് ഇറ്റ് മീൻ ബൈ മീഡിയ ട്രയൽ? ഈ മീഡിയ ട്രയൽ എന്നതിനെ സംബന്ധിച്ച് ഒരുപാട് വിധിന്യായങ്ങൾ സുപ്രീം കോടതിയുടെയും ഹൈക്കോടതിയുടെയും ഒക്കെയുണ്ട്. മീഡിയ ട്രയൽ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് നമ്മുടെ ഇടയിൽ പുതിയതല്ല, പണ്ട് മുതൽക്കേ ഉണ്ട്. ഇതിൻ്റെ ഹിസ്റ്ററി നമ്മൾ നോക്കുകയാണെങ്കിൽ KM നാനാവതിയുടെ കേസ് മുതൽ ഈ ഒരു മീഡിയ ട്രയൽ നമുക്ക് കണ്ടു തുടങ്ങുന്നുണ്ട്. ദാറ്റ് ഈസ്, നാനാവതിയുടെ കേസ് ഉണ്ടായത് സമയത്ത്, അതായത് നാനാവതിയുടെ കേസ് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ വൈഫിൻ്റെ കാമുകനെ അദ്ദേഹം വെടിവെച്ച് കൊല്ലുകയുണ്ടായിരുന്നു. ഒരു സിനിമ വരെ അതിൻ്റെ പേരിലുണ്ടായിരുന്നു. സോ അതിൽ ഒരു ജൂറി ട്രയൽ ആയിരുന്നു അന്ന് നിലനിന്നത്. ആ ജൂറി ട്രയൽ പോലും അബോളിഷ് ചെയ്യുന്ന രീതിയിലേക്ക് ആ ഒരു മാധ്യമ വിചാരണ ആ സംഭവ വികാസങ്ങളെ കൊണ്ടെത്തിച്ചു. ആ മീഡിയ ട്രയൽ മൂലം ജൂറീസിൻ്റെ ആ ജഡ്ജ്മെൻറ്റിലുണ്ടായിരുന്ന 9ഓളം ജൂറികളുടെ അഭിപ്രായങ്ങൾ അതിനെ സ്വാധീനിച്ചു എന്നുവരെ പറയപ്പെടുകയുണ്ടായി. അതുപോലെ തന്നെ മാധ്യമ വിചാരണ എടുത്തു നോക്കുകയാണെങ്കിൽ അമീർ കസബിൻ്റെ, അജ്മൽ മുഹമ്മദ് അമീർ കസബ്, നമുക്കറിയാം, ആ ടെററിസ്റ്റ് അറ്റാക്കിൽ ആ കേസിൽ പോലും പട്ടാളക്കാരുടെ അവരുടെ കോൺഫിഡൻസിനെ തകർക്കത്തക്ക രീതിയിൽ മാധ്യമ റിപ്പോർട്ടിങ്ങുകളുണ്ടായി. അതായത് അവരെവിടെയൊക്കെ ഒളിച്ചിരിക്കുന്നു, പട്ടാളക്കാരുടെ അടുത്ത നീക്കം എന്താണ്, അവരുടെ ആയുധ ശേഖരങ്ങൾ എത്രത്തോളമുണ്ട്, അവരെവിടെയൊക്കെയാണ് അവർ വിന്യസിക്കുന്നത് എന്ന് പോലും ആ മാധ്യമങ്ങൾ മീഡിയയിലൂടെ റിപ്പോർട്ട് ചെയ്തു. കോടതി തന്നെ ജഡ്ജ്മെൻറ്റിൽ പറഞ്ഞു ദാറ്റ് സുപ്രീം കോർട്ട് ഓൺ ദിസ് ഇമ്പോർട്ടൻറ്റ് ഒബ്സർവേഷൻ ഓൾദോ ബൈ വേ ഓഫ് ഒബിറ്റർ റിഗാർഡിംഗ് ദ റോൾ ഓഫ് മീഡിയ ഇൻ ലൈവ് ഇലക്ട്രോണിക് കവറേജ് ഓഫ് ടെററിസ്റ്റ് അറ്റാക്ക് ഓൺ താജ് ഹോട്ടൽ ഒബ്രോയി ആൻഡ് നരിമാൻ ഹൗസ് and shows on TV screen the terrorist attack at all places in the gorgeous details were shown live on the Indian TV from beginning to end, almost non-stop. So this reckless coverage gave rise to a situation where on the one hand terrorists were completely hidden from the security forces, on the other hand the positions of the security forces, their weapons, their operational movements was watched by the collaborators across the border on TV screens and being communicated to the terrorist. അപ്പോൾ എത്രത്തോളം അപകടകരമാണ് അവരുടെ ആ മീഡിയ റിപ്പോർട്ടിംഗ്. ഒരു സെൻസർഷിപ്പും ഇല്ലാതെ വളരെ വളരെ രഹസ്യമായി നമ്മുടെ ഡിഫൻസ് സിസ്റ്റം ചെയ്യുന്ന കാര്യങ്ങൾ പോലും അവരുടെ സർക്കുലേഷന് വേണ്ടി അവർ പബ്ലിഷ് ചെയ്യുകയാണ്. സിമിലർലി ഇൻ വീരേന്ദ്ര വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ്, അതിലും സുപ്രീം കോടതി പറയുകയുണ്ടായി ദ ഫ്രീഡം ഓഫ് പ്രസ് അണ്ടർ എ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് നോട്ട് ഹയർ ദാൻ ദാറ്റ് ഓഫ് എൻ ഇൻഡിവിജ്വൽ. അപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് ഫ്രീഡം ഓഫ് പ്രസ് 19(1)A, ആർട്ടിക്കിൾ 19(1)A ഫ്രീഡം ഓഫ് പ്രസ്സിന് വളരെ വലിയ പ്രാധാന്യം നൽകുന്നുണ്ട്. പക്ഷെ നമ്മൾ നോക്കേണ്ടത് ആ ഫ്രീഡം ഓഫ് പ്രസ് വെദർ ഇറ്റ് ഈസ് ബിഗർ ദാൻ ദാറ്റ് ഓഫ് ആർട്ടിക്കിൾ 21. ആർട്ടിക്കിൾ 21 ഇന്ത്യയിലുള്ള ഏതൊരു സിറ്റിസൻ്റെയും അല്ലെങ്കിൽ സിറ്റിസൺ അല്ലാത്ത ഇന്ത്യയിൽ നിൽക്കുന്ന ഏതൊരു വ്യക്തിക്കും റൈറ്റ് ടു ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി നൽകിയിട്ടുണ്ട് കോൺസ്റ്റിറ്റ്യൂഷൻ. ആ റൈറ്റിന് മുകളിലാണോ ഫ്രീഡം ഓഫ് പ്രസ്? സോ അതിനെക്കുറിച്ച് കേരള ഹൈക്കോടതിയുടെ റീസെൻറ്റ് ഡിസിഷൻ ഓൺ 2024 7 KHSE 137 ഡിജോ കാപ്പൻ വേഴ്സസ് ഡെക്കാൻ ഹെറാൾഡ് ആൻഡ് അതേഴ്സ്. ഈ കേസിൽ കേരള ഹൈക്കോടതി പറയുകയുണ്ടായത് പ്രസ്സിൻ്റെ ഫ്രീഡം ഓഫ് റൈറ്റ് അണ്ടർ 19(1)A ഒരു ഇൻഡിവിജ്വലിൻ്റെ റൈറ്റ് അണ്ടർ ആർട്ടിക്കിൾ 21 തമ്മിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടായാൽ ആർട്ടിക്കിൾ 21 പ്രകാരമുള്ള ഇൻഡിവിജ്വലിൻ്റെ റൈറ്റ് പ്രിവെയിൽ ചെയ്യുമെന്നും, അതുപോലെ ഒരു ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ ഒരു കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന അഡ്ജുഡിക്കേഷനിലിരിക്കുന്ന ഒരു മാറ്ററിലോ മീഡിയയുടെ ഇൻ്റർഫിയറൻസ്, അവരുടെ റിപ്പോർട്ടിംഗ്, ഫാക്ട്സ് ആൻഡ് സർക്കംസ്റ്റാൻസസ് റിപ്പോർട്ട് ചെയ്യുന്ന മീഡിയയുടെ ആ ഇൻ്റർവെൻഷൻസ് ഡീലിമിറ്റ് ചെയ്യണമെന്നും കോടതി പറഞ്ഞു. ഫർദർ കോടതി പറയുകയുണ്ടായി ഇഫ് എ മീഡിയ ഈസ് ഇൻ്റർഫിയറിംഗ് in the matters adjudication which is pending before the court or in a criminal investigation, reporting of the criminal investigation അതിൻ്റെ ഫാക്ട്സ് ആൻഡ് സർക്കംസ്റ്റാൻസസ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഓവർ ഇൻ്റർഫിയറൻസ് ഉണ്ടാകുന്നുവെങ്കിൽ they won't get the protection under article 91A. The court says that
Therefore, the expression by the media of any definitive opinion regarding the guilt or innocence of a party in a criminal investigation or a case pending adjudication before an authoritative pronouncement is made by the adjudicatory forum concerned would not get the protection of Article 19(1)(a). So, let me conclude what Dr. B.R. Ambedkar says. കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിലും ഡോക്ടർ ബി ആർ അംബേദ്കർ പറഞ്ഞത് പ്രസ്സിന് ഒരു സെപ്പറേറ്റ് റൈറ്റോ പ്രിവിലേജോ കൊടുക്കേണ്ട ആവശ്യമില്ല. പ്രസ് എന്ന് പറയുന്നത് അതിലെ എഡിറ്റേഴ്സ് ആൻഡ് മാനേജേഴ്സ് അവരുടെ ഒപ്പീനിയൻസ് ആയിരിക്കും. അപ്പോൾ അതിന് ഒരു ഇൻഡിവിജ്വലിൻ്റെ ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷനുമായി ഈക്വലൈസ് ചെയ്താൽ മതി, സ്പെഷ്യൽ പ്രിവിലേജ് കൊടുക്കണ്ട. സോ ദെയർ ബൈ സിനിമയ്ക്ക് സെൻസർഷിപ്പ് ഉള്ളതുപോലെ മീഡിയയ്ക്കും പ്രസ്സിനും അവരുടെ ചാനൽ വഴി ഉണ്ടാക്കുന്ന സെൻസേഷൻസിനും ഒരു സെൻസർഷിപ്പ് കൊണ്ടുവരേണ്ടത് അത്യാവശ്യമാണ്. ബിക്കോസ് ഈവൻ ഇൻ സോഷ്യൽ മീഡിയ ഓൾസോ, അല്ലെങ്കിൽ വൈഡ് റേഞ്ചിൽ നമുക്ക് ഒരു കൺട്രോൾ ഇല്ലാതെ എന്തും പറയാം എന്നുള്ള സിറ്റുവേഷൻസ് എത്തും. സോ ദാറ്റ് വിൽ ബി എ ത്രെറ്റ് ടു ദ സിസ്റ്റം. സോ ദി നീഡ് ടു ബി കൺട്രോൾഡ് വിത്തിൻ ദ ലിമിറ്റ് ഓഫ് അണ്ടർ ആർട്ടിക്കിൾ 19(1)(a). താങ്ക് യു.